അവർ അത് ഉറപ്പിച്ചു. ആരാ കേട്ടെ? അപ്പോസ്തലന്മാര്. സ്തോത്രം. പിതാവായ ദൈവം സ്വർഗത്തിൽ പറഞ്ഞു തുടങ്ങിയ രക്ഷ യേശു കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ച രക്ഷ, പരിശുദ്ധാത്മാവ് എല്ലാത്തിനും സാക്ഷി നിന്ന രക്ഷ. ഇനി കേട്ടവർ അത് ഉറപ്പിച്ചു. ആരാ കേട്ടെ? അപ്പോസ്തലന്മാർ. ഉറക്ക സ്തോത്രം ചെയ്തേ. പത്രോസും യാക്കോബും യോഹന്നാനും അന്ന് മുതൽ തലമുറ കൈമാറി ഇന്ന് രാത്രി കുന്നത്തുകാൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നമ്മളും ആ രക്ഷ കേട്ടുറപ്പിക്കുകയാ. ഉറക്കുന്ന സ്തോത്രം ചെയ്തേ. അതുകൊണ്ട് പത്രോസ് പീരു എന്ന് വിളിച്ച, ഞാൻ അങ്ങനെ എന്ന് വിളിച്ച, കൂടെ യേശുവിനെ തള്ളി പറയാൻ വാലി മനസ്സ് വെച്ച പത്രോസിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ കേട്ടത് പത്രോസ് ഉറപ്പിച്ചു. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല എന്ന് പത്രോസ് ഉറപ്പിച്ചു. ഇന്ന് രാത്രിയിലും ദൈവദാസന്മാരെ ഞങ്ങൾ ഈ ദേശത്തോട് കാഹളം പോലെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട യേശു നാം അല്ലാതെ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. രക്ഷപ്പെടാൻ ഏകനാമം, വിടുതൽ പ്രാപിപ്പാൻ ഏകനാമം, ഏക സത്യ ദൈവമായ യേശുവല്ലാതെ പാമോചനം ഇല്ലവേ ഇല്ല. സ്തോത്രം. ഇന്ന് രാത്രി എന്റെ കൂടെ ചേർന്ന് സ്തോത്രമല്ലിയ നമ്മൾ ഒന്നിച്ചത് വിളിച്ചു പറയണം. പ്രിയരെ, രക്ഷിക്കപ്പെട്ടവരെ നമ്മൾ ഒന്നിച്ചത് വിളിച്ചു പറയും. കേട്ടവർ ഉറപ്പിക്കുകയാ. ഇന്ന് രാത്രി യേശുവിടെ മാത്രമേ രക്ഷയുള്ളെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചതിനകത്ത് യേശുവിടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഉറപ്പുള്ളവർ, അങ്ങനെങ്കിൽ അപ്പോസ്തലന്മാരോട് ചേർന്ന് നമുക്കും പറയാം. ഓ കുന്നത്തുകാൽ ദേശമേ, ഓ നെയ്യാറ്റിങ്കര ദേശമേ, മാനവ സമൂഹമേ, ദൈവദാസന്മാർ, വിശ്വാസികൾ, ഞങ്ങൾ ഒന്നിച്ച് പറയുന്നു, രക്ഷിക്കപ്പെടാൻ, മാനസാന്തരപ്പെടാൻ, വഴികൾ തുറക്കാൻ, ജീവിതത്തിന് മാറ്റം വരുത്താൻ യേശുവിടെ മാത്രമേ കഴിയൂ. ഞങ്ങൾ രാത്രി ഇവിടെ അത് വിളിച്ചു പറയുകയോ.